എന്നെ കേൾക്കുന്ന യൗവന പ്രായത്തിലുള്ളവരെ, നിൻ്റെ കഴിവുകൾ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന നല്ല കഴിവുകൾ, നല്ല നല്ല കഴിവുകൾ, നീ അത് ഉപയോഗിക്കാതിരുന്നാൽ അത് നിന്ന് പോകും. പ്രവർത്തിക്കുന്നതിനോടൊപ്പം പ്രവൃത്തിയിൽ എക്സലൻസ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എക്സലൻസ് എന്നത് മറ്റൊരു വ്യക്തി തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല, നീ തന്നെ നിനക്ക് എഴുതുന്ന സർട്ടിഫിക്കറ്റാണ്. ഹല്ലേലൂയ. നിനക്കതൊന്ന് കറക്റ്റായിട്ട് സർട്ടിഫൈ ചെയ്യാൻ പറ്റണം. നീ ചെയ്തത് എക്സലൻ്റ് ആണ്, നീ ചെയ്തത് എക്സലൻ്റ് ആയിട്ടൊരു പ്രവൃത്തിയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കുവാനേ കഴിയുന്നെങ്കിൽ അതൊരു എക്സലൻസ് ഉണ്ട് അതിൽ. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. 1 ശമൂവേൽ 16:17 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശൗൽ തൻ്റെ ഭൃത്യന്മാരോട് കിന്നര വായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ച് കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: And Saul said unto his servants, Provide me now a man that can play well, and bring him to me. Play well, play well. കിന്നര വായനയിൽ നിപുണൻ. ഹല്ലേലൂയ. കിന്നര വായനയിൽ നിപുണൻ. ഇത് ശൗൽ എപ്പോഴാണ് പറയുന്നതെന്ന് ബൈബിള് അരച്ച് കലക്കി കുടിച്ചവർക്ക് അറിയാമായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മുകളിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുവാനൊരു ആകാംക്ഷയോടെ വായിച്ചവർക്ക് മനസ്സിലായി കാണാം. എങ്ങനെയായാലും ചിലർക്കൊക്കെ അറിയാം, ചിലർക്കറിയത്തില്ല. ഞാൻ അറിഞ്ഞുകൂടാത്തവരെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്തോട്ടെ. ഇവിടെ ശൗല് ഇങ്ങനെ ഒരു അരുളപ്പാട് തന്നെ ഭൃത്യന്മാരോട് അരുളി ചെയ്യുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ, യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറിയിട്ട് അവൻ്റെ ഭൃത്യന്മാർ തിരിച്ചറിഞ്ഞു, നമ്മുടെ രാജാവായ ശൗലിനകത്ത് കഴിഞ്ഞ കാലങ്ങൾ വരെ യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യഹോവ ശൗലിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു, നല്ല പാതയിലൂടെ നല്ല ഗിഫ്റ്റുകൾ നൽകിക്കൊണ്ടിരുന്നു, നല്ല അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരുന്നു, അതിനെ അവൻ വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അത് വളർത്തുന്നത്, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റേതായിട്ടുള്ള നന്മകളെ വളർത്തുന്നത്, ചിലതൊക്കെ അധ്വാനിച്ച് അതിനെ വർദ്ധിപ്പിക്കുന്നത് അവൻ മറന്നിട്ട് അവൻ്റെ വേയിൽ, അവൻ്റെ ട്രാക്കിലൊരു മാറ്റം വന്നപ്പോൾ യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുപോയി. ഇത് തന്നെയാണ് നമുക്ക് പുതിയ നിയമത്തിൽ യേശു കർത്താവ് 3 പേർക്ക് ഒരു താലന്ത് കൊടുക്കുന്നതിനെ പറ്റി ഒരു ഉപമ പറഞ്ഞു. ഒരു യജമാനൻ തൻ്റെ 3 ദാസന്മാർക്ക് 3 അളവിൽ, ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 3, ഒരാൾക്ക് 1, ഇങ്ങനെ പല അളവിൽ പല ദാസന്മാർക്കായിട്ട് താലന്തുകൾ നൽകി. 1 താലന്ത് കിട്ടിയവൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും അവർക്ക് അധികമായിട്ട് ഉണ്ടെന്ന് കണ്ടിട്ട് പോലും അതിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് അവർ മനസ്സ് കാണിച്ച് അധ്വാനിച്ചതുകൊണ്ട് അവരെ ദൈവം ഇരട്ടി വീണ്ടും നൽകി അനുഗ്രഹിച്ചു. പക്ഷേ 1 കിട്ടിയവൻ അതിനെ കുഴിച്ചിട്ടവനെ കർത്താവ് ഇങ്ങനെ വിളിച്ചു, ദുഷ്ടദാസനെ എന്ന് വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യജമാനൻ ഒരു വ്യക്തിയെ ദുഷ്ടനെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, എനിക്കെന്നെ അറിയത്തില്ല, നമ്മളെ ചതിക്കുന്നവരെ കൂടെ നിർത്തണം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഒരു യജമാനനെ ചതിച്ചതായിട്ടുള്ള ദുഷ്ടനെ ഒരു യജമാനൻ വീണ്ടും തൻ്റെ ബിസിനസ്സിനോടൊപ്പം കൂട്ടി നിർത്തുമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഹല്ലേലൂയ. അവനെ പറഞ്ഞു വിട്ടുണ്ടായിരിക്കാം. ഇതിനെ ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ പറ്റിയത്. അവന് പല യുദ്ധങ്ങൾക്ക് ജയം നൽകി, അവന് പലവിധമായിട്ടുള്ള നന്മകൾ, സമ്പാദ്യം, നല്ല ജനങ്ങൾ, നല്ല കാർഷിക വിളവ്, നല്ല ബിസിനസ്, നല്ലൊരു സ്റ്റേറ്റസ് അവൻ്റെ രാജ്യത്തിന് ദൈവം നൽകി. അവൻ്റെ ഭരണം പലർക്കും അവരുടെ ആവശ്യപ്രകാരം ശമൂവേലിന് ഉപരിയായി ഒരു രാജാവിനെ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പലർക്കും ഒരു നന്മയും അവരുടെ സ്വപ്നത്തിൻ്റെ റിസൾട്ടുമായിട്ട് ശൗലിനെ നൽകി. പക്ഷേ അവന് ലഭിച്ചതായിട്ടുള്ള നന്മകൾ, അവന് ദൈവം കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റ്, പ്രോഡക്റ്റ്, നമ്മളിന്ന് രാവിലെ ആമസോൺ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ കിട്ടിയ പ്രോഡക്റ്റ് ആദ്യം അവൻ ഓർഡർ ചെയ്യുന്നതൊക്കെ അവന് വർക്ക് ചെയ്ത് അസംബിൾ ചെയ്ത് അതിനെ ഉപയോഗപ്രദമാക്കി തീർക്കുമായിരുന്നു. അല്പം അവൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് കടന്നപ്പോൾ അവനത് മറന്നു. അവൻ വിചാരിച്ചു അവൻ വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവ് തരുന്ന നന്മകൾ വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലാവിഷായിട്ട് സുഖിച്ച്
അങ്ങ് ജീവിച്ചാൽ മതി, എല്ലാം നടക്കുന്നവനൊരു തോന്നൽ വന്നു. ദൈവം വേണ്ട, ദൈവവിശ്വാസം വേണ്ട, ഇനി ദൈവത്തിൽ നിന്നും പുതിയ നന്മകളൊന്നും വേണ്ട, ഞാൻ ഇനി സ്വന്തമായിട്ട് നന്മ ഉണ്ടാക്കാം. ആ ഒരു മനോഭാവത്തിലേക്ക് ശമൂവേലിൻ്റെ വസ്ത്രം കയറുന്ന അങ്ങനെ തുടങ്ങി പലവിധമായിട്ടുള്ള നീചപ്രവൃത്തിയിലേക്ക് പോകുന്നൊരു സാഹചര്യം. ആ ശൗലിനെയാണ് ഇവിടെ ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നത്. ദൈവാത്മാവ് വിട്ടുപോയി. കർത്താവും ശൗലും തമ്മിലുള്ള ആ ഗിഫ്റ്റ് സപ്ലൈ, ആ അനുഗ്രഹത്തിൻ്റെ സപ്ലൈ കണക്ഷൻ കട്ട് ചെയ്തു. ദൈവം കട്ട് ചെയ്തു. നമ്മൾ ഈ KCBയിലൊക്കെ ഈ ബില്ലടയ്ക്കാതിരിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് പോകത്തില്ലേ. ബില്ലടയ്ക്കുന്ന വെച്ചാൽ എന്താ, നമുക്ക് ഇങ്ങോട്ട് തരുന്നതിനെ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങോട്ട് ചില പേയ്മെൻറ്റ് നടത്തും. ചില അതൊരു പേയ്മെൻറ്റ് എടുക്കണം. പേയ്മെൻറ്റ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം. അത് അധ്വാനത്തോടു കൂടെ തന്നെ ഓഫീസിൽ കൊണ്ട് അടയ്ക്കണം. അല്ലെങ്കിൽ നെറ്റ് ചാർജ് ചെയ്ത് നെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ അത് അടയ്ക്കണം. അതൊരു അധ്വാനമാണ്. ആ വർക്കിംഗ് ചെയ്യത്തില്ല. ആ വർക്കിംഗ് ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? കണക്ഷൻ ഊരിക്കൊണ്ട് പോകും. കണക്ഷൻ കട്ട് ചെയ്തു എന്ന് പറയും. കണക്ഷൻ കട്ട് ചെയ്യുന്നു, ഫീസ് ഊരിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. കേബിളും അതുപോലെ തന്നെ. നമ്മൾ വാടക വീടിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു വീട് വാങ്ങിച്ച് പഴയ വീടിൽ നിന്ന് മാറുമ്പോൾ പഴയ വീട്ടിലെ കേബിള് നമ്മൾ പൈസ അടയ്ക്കാതിരിക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അവർ ഊരിയെടുത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ. അത് തന്നെ ഇവിടെ സംഭവിച്ചത് ശൗലിൻ്റെ ജീവിതത്തിൽ. അവൻ ഉപയോഗിക്കാതെ വന്നപ്പോൾ കണക്ഷൻ വിട്ടു. ദൈവവും ശൗലും തമ്മിലെ കണക്ഷൻ. നിനക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ടോ? നീ അത് ഉപയോഗിക്കുന്നുണ്ടോ? 2 ക്വസ്റ്റ്യനാണ്. ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ടോ? അതിന് നീ ഉപയോഗിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ 2 ക്വസ്റ്റ്യൻ നീ നിൻ്റെ മനസ്സിനകത്ത് എഴുതിയിട്ടോണം. നിനക്കതിനൊരു തൃപ്തി ഫീൽ ചെയ്യുന്നെങ്കിൽ നീ അത് ഉപയോഗിക്കുന്നുണ്ട്. നിൻ്റെ മനസ്സിൽ എവിടേക്കും സംശയം വരുന്നുണ്ടെങ്കിൽ, നിനക്കൊരു തൃപ്തിയില്ലെങ്കിൽ നീ എവിടെയൊക്കെ ഉപയോഗിക്കുന്നില്ല ആക്കിയെന്നുണ്ട്. ഇന്ന് മുതൽ ഉപയോഗിച്ച് തുടങ്ങിക്കോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഉപയോഗിക്കാതിരുന്നാൽ അത് നഷ്ടമായി പോകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലതിനെ വിട്ടുകൊടുക്കാൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചു വിട്ടുകൊടുത്താൽ മാത്രമല്ല ചെറുത് പ്രാപിക്കണം. അത് പഠിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നടത്തിയത് പ്രാപിച്ചാൽ പോരാ, അതിനെ വളർത്തണം, ഉപയോഗിക്കണം. ഹല്ലേലൂയ. അപ്പോഴേ അത് നിലനിൽക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഉപയോഗമുള്ളതായിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ അത് യൂസ്ലെസ് ആയി പോകും. ഇതിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമല്ല, എന്നെ കേൾക്കുന്ന യൗവന പ്രായത്തിലുള്ളവരെ, നിൻ്റെ കഴിവുകൾ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന നല്ല കഴിവുകൾ, നീ അത് ഉപയോഗിക്കാതിരുന്നാൽ അത് നിന്ന് പോകും. ഹല്ലേലൂയ. നീ ഒരുപാട് കാലം കൊണ്ട് പ്രയത്നിച്ചു കൊണ്ടുവന്നത്, നീ പ്രയത്നിച്ചുണ്ടാക്കിയ ചില ധൈര്യം, നിൻ്റെതായിട്ടുള്ള ധൈര്യം, നിൻ്റെ കോൺഫിഡൻസ്, നിൻ്റെതായിട്ടുള്ള മികവ്, നീ ചെയ്യുന്ന പ്രവൃത്തികളിലെ ഇതൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ, ആരൊക്കെയോ കളിയാക്കിയപ്പോൾ, ആരൊക്കെയോ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ നീ അവിടെ വിട്ടുകൊടുത്തൊരു വ്യക്തിയാണോ? ദൈവം നിന്നോട് വിഷമിക്കുന്നു. ഇന്ന് പൊടി തട്ടിയെടുത്തോ. ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ചിലതിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. ദൈവം നിന്നെ ആഗ്രഹിക്കുന്നു വീണ്ടും ഒരു ഉപയോഗം. നമ്മൾ വായിച്ചു വന്നത് ഇതാണ്. കിന്നര വായനയിൽ നിപുണനായ ഒരു വ്യക്തി. അത് നാവിൽ വരുന്നില്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ദൈവം നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അതും ഒന്ന് ഡെവലപ്പ് ചെയ്തു. ഹല്ലേലൂയ. നിപുണനാകണം. പറഞ്ഞാട്ടെ, നിപുണനാകണം. എനിക്കൊന്ന് 10-20 പ്രാവശ്യം വരുമ്പോൾ നമുക്ക് വഴുതി പോകാൻ സാധ്യത ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പറയാൻ കഴിയുന്നിടത്തും പറയാം. നിപുണനാകണം. അത് മറന്നു പോകരുത്. നിപുണനായിരിക്കണം. ഹല്ലേലൂയ. കുറച്ചുകൂടെ സിമ്പിളായിട്ടൊരു വേർഡ് നിങ്ങൾക്ക് അതിനെ തരാം. മികവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മികവ്, എക്സലൻസ്. നമ്മുടെ വിഷയം അതാണ്, എക്സലൻസ്. ഹല്ലേലൂയ. ശൗല് അവിടെ തൻ്റെ ഭൃത്യന്മാരോട് ചോദിച്ചത്, എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ വേണമെന്നല്ല ശൗല് ചോദിച്ചത്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒന്ന് പരിശോധിക്കാം, ഒരിക്കൽ കൂടെ വായിക്കാം. 1 ശമൂവേൽ അതിൻ്റെ 16-ാം അധ്യായം 17-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ശൗൽ തൻ്റെ ഭൃത്യന്മാരോട് കിന്നര വായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ച് കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. ഇവിടെ എവിടെയെങ്കിലും പ്രാർത്ഥന കണ്ടു? ഇനി ഇംഗ്ലീഷിൽ വായിക്കാം. And Saul said unto his servants, provide me now a man
that can play well, pray അല്ല, play well and bring him to me. Hallelujah. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരുവനെ അല്ല ശൗല് ചോദിച്ചത്. ശൗല് ചോദിച്ചത് എനിക്ക് വേണ്ടി വായിക്കുവാൻ കഴിയുന്നവൻ, ചിലതൊക്കെ ഒന്ന് പ്രവർത്തിച്ച് കാണിക്കുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു നേടുവാൻ കഴിയുന്നവനെ അല്ല, പ്രവർത്തിച്ച് അതിനെ എക്സിസ്റ്റ് ചെയ്യിക്കുവാനായി കഴിയുന്നവനെ. ഹല്ലേലൂയ. പ്രവൃത്തിയിലൂടെ അത് എക്സിസ്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുവാൻ കഴിവുള്ള ഒരുവനെ എനിക്ക് ആവശ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമാകുന്നില്ല ദൈവമക്കളെ, പ്രാർത്ഥന കൊണ്ട് മാത്രം ഒന്നും ആകുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ദൈവം ഒരു ഇഗ്നിഷൻ തരും. ഒരു ഇഗ്നിഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു പ്രവൃത്തി തുടങ്ങുവാനായിട്ട്. കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഇഗ്നിഷൻ എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിനാവശ്യമായൊരു ചെറിയ എമൗണ്ട് ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. ഇഗ്നിഷൻ എന്ന് പറയും. ഹല്ലേലൂയ. ആ ചെറിയ എമൗണ്ടിലുള്ള ആ പ്രോഡക്റ്റ് ദൈവം നിനക്ക് തരും. അതിന് നീ വളർത്തി പൂർത്തീകരണത്തിൽ കൊണ്ടുവരേണ്ടത്. ഹല്ലേലൂയ. വചനത്തിൽ സങ്കീർത്തന ഭാഗങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, മക്കൾ യഹോവ നൽകുന്ന ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കളെന്നത് നമുക്ക് വളരെയധികം താങ്ങും തണലും ആകുന്ന എപ്പോഴാണ്? 18 വയസ്സ് കഴിയണം അറ്റ്ലീസ്റ്റ്. ഹല്ലേലൂയ. ചിലർ പറയും ശരിയാണ്, എൻ്റെ മോൾ 5 വയസ്സേ ആയുള്ളൂ, LKG പഠിക്കുന്നത്, പക്ഷേ അവൾ എനിക്ക് ചായയൊക്കെ ഇട്ട് തരും, രാവിലെ ദോശ ചുട്ട് തരും, മാഗി ഉണ്ടാക്കും, എളുപ്പമല്ലേ? ഹല്ലേലൂയ. പല കാര്യങ്ങൾ ചെയ്തു തരും, ശരിയാണ്. എങ്കിൽ പോലും നിന്നെ പൂർണ്ണമായിട്ട് താങ്ങണമെങ്കിൽ എത്ര വയസ്സ് വേണം? 18 വയസ്സാവണ്ടേ? നിന്നെ ഒന്ന് കടയിൽ കൊണ്ടുപോയാൽ ലൈസൻസ് കിട്ടി വണ്ടി ഓടിക്കണമെങ്കിൽ നിനക്ക് അവൻ എത്ര വയസ്സ് വേണം? 18 വയസ്സാകണം. ഹല്ലേലൂയ. ആ മക്കളെന്ന ഫലം, നന്മ, അനുഗ്രഹം ദൈവം നമുക്ക് തരുന്നത് എങ്ങനെയാണ്? ചെറിയൊരളവില്ല. ഹല്ലേലൂയ. നമ്മുടെ ഉദരത്തിൽ തരുന്നത് എങ്ങനെയാണ്? മൈക്രോസ്കോപ്പിക് സൈസിൽ ആദ്യം തരുന്നത്. അതിനെ ആരാ? നമ്മൾ വളർത്തുകയാണ്. നമ്മുടെ ഉദരത്തിലിട്ട്, സ്ത്രീകൾ തങ്ങളുടെ ഉദരത്തിലിട്ട് അതിനെ വളർത്തി വലുതാക്കും. വീണ്ടും പുറത്തു വരുമ്പോഴത് ചെറുതാണ്. ജനിക്കുന്ന കുഞ്ഞ് നമുക്ക് വസ്തു വാങ്ങിച്ചു തരത്തില്ല, നമുക്ക് കിടക്കാൻ വീട് പണിത് തരത്തില്ല, നമുക്ക് സഞ്ചരിക്കാൻ കാറ് വാങ്ങിച്ചു തരത്തില്ല, കാർ ഓടിക്കത്തില്ല, ജോലി വാങ്ങിച്ചു തരത്തില്ല, ഒന്നും തരത്തില്ല. നമ്മളിന്ന് അങ്ങോട്ട് എടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതൊരു നന്മയാണ്. ആ നന്മ വരുന്നതും ചെറുതായിട്ട് നമ്മളതിനെ വളർത്തി ഡെവലപ്പാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ കുഞ്ഞെന്ന അനുഗ്രഹം നിനക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിനക്ക് കണ്ണുകൊണ്ട് കാണുവാനേ കഴിയാത്ത പല നന്മകളും നീ ഇത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഉദരഫലമെന്ന അനുഗ്രഹത്തെ നിനക്ക് വളർത്തുവാനായിട്ട് അറിയാമെങ്കിൽ നീ ഇന്ന് മനസ്സിലാക്കണം, നിൻ്റെ മറ്റനുഗ്രഹങ്ങൾ, ആത്മീകമായിക്കോട്ടെ ഭൗതികമായിട്ടുള്ള മറ്റനുഗ്രഹങ്ങൾ ഏതോ ആയിക്കോട്ടെ, നീ അതും വളർത്തുവാനായിട്ട് പഠിക്കണം. ഹല്ലേലൂയ. വളർത്തുവാൻ പഠിക്കണം. ശൗലിൻ്റെ ആവശ്യം അതായിരുന്നു. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല എന്നറിയാം ശൗലിന്. പ്രവൃത്തി കൂടെ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നോ യൂസ്. ഹല്ലേലൂയ. നമ്മൾ വാ കൊണ്ട് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ചിലത് പ്രവർത്തിക്കാം. ഹല്ലേലൂയ. പത്രോസ് അങ്ങനെ ഒരു വ്യക്തിയാണ്. അവൻ എടുത്തു ചാടി പല കാര്യങ്ങൾ പറയും, പക്ഷെ പലപ്പോഴും അവന് ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായെന്നറിയത്തില്ല. നമുക്ക് റെഫറൻസിലേക്ക് തന്നെ പോകാം. ബൈബിളിൽ പോകണ്ട, നമ്മുടെ ബ്രെയിനിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപായിട്ട് അവരവസാനത്തെ അത്താഴത്തിനിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളെന്നെ തള്ളി പറയാം. അപ്പോൾ പത്രോസ് പറഞ്ഞ്, എൻ്റെ ജീവൻ പോയാലും തള്ളി പറയത്തില്ല. വാ കൊണ്ട് പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ മഹോപുരോഹിതൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ അവിടെ വന്നിട്ട് 3 പ്രാവശ്യം തള്ളി പറയുകയും ചെയ്തു. കർത്താവ് പറഞ്ഞതുപോലെ കോഴി കൂവുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറച്ചില്ലേ കാര്യമില്ല, നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യം വരത്തില്ല.
ചെയ്യുന്നില്ല കാര്യം ചെയ്യുന്നതിൽ. ശൗലത പറഞ്ഞത്, എനിക്ക് വായിക്കുവാൻ അറിയാവുന്നവനെ വേണ്ടത്, പറയുവാനും പറഞ്ഞു തരുവാനും പ്രാർത്ഥിക്കുവാനല്ല, ചിലതൊന്ന് ചെയ്ത് കാണിക്കുവാൻ, ചിലതൊന്ന് പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെയധികം ഫേമസ് ആയിട്ടുള്ള മഹാനെന്ന് പറയാൻ യോഗ്യനായ വിധത്തിൽ ഉള്ളൊരു പ്രൊട്ടസ്റ്റൻ്റ് റിഫോമറാണ് മാർട്ടിൻ ലൂതർ. എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയത്തില്ല. മാർട്ടിൻ ലൂതർ പണ്ട് വിദേശ രാജ്യത്തിലൊക്കെ കാത്തലിക്കിസം കൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചും ജനങ്ങളിൽ തെറ്റായിട്ടുള്ള സുവിശേഷം പകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വചനത്തിലെ സത്യങ്ങൾ പുറത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അധ്വാനിച്ചൊരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. തൻ്റെ ഒരു വളരെയധികം വിശിഷ്ടമായിട്ടൊരു കോട്ടുണ്ട്. അതിലിങ്ങനെ പറയുന്നത്, കോട്ട് വാചകം, ഈ കോട്ടല്ല തെറ്റിദ്ധരിക്കരുത്, QUOTE, കോട്ട് വാചകം. തൻ്റെ ആ വാചകത്തിൽ ഇങ്ങനെ പറയുന്നത്, ഒരു ക്രിസ്തീയ മെയ്ഡ് എന്ന് പറയുമ്പോൾ വേലക്കാരി, വീട്ടിലെ വേലക്കാരി. ഒരു ക്രിസ്ത്യൻ വേലക്കാരിയെ ദൈവം സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ഒരു പ്രീച്ചറിനെ, തൻ്റെ ദൈവദാസനെ, ഒരു ദൈവദാസനെയും, അതായത് ഒരു ശുശ്രൂഷ ചെയ്യുന്നവനെയും ദൈവം സ്നേഹിക്കുന്നു. ഒരു കൂടെ റിപ്പീറ്റ് ചെയ്തോട്ടെ. മനസ്സിലാക്കണം, ദൈവം തരുന്ന ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയത് പ്രാപിക്കണം. ഹല്ലേലൂയ. അതായിരുന്നു ഇന്നലത്തെ നമ്മുടെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ ഇങ്ങനെയായിരുന്നു, ഒരു ദൈവദാസനെ ദൈവം സ്നേഹിക്കുന്നത് പോലെയാണ് വീട്ടിലെ ഒരു വേലക്കാരിയെയും, ഒരു ക്രിസ്തീയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വേലക്കാരിയെയും ദൈവം സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും താൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം എപ്രകാരമാണോ ഒരു ദൈവദാസനെ സ്നേഹിക്കുന്നത്, അതുപോലെയാണ് ഒരു ഷൂ ഉണ്ടാക്കുന്നവനെ, ചെരുപ്പുണ്ടാക്കുന്നവനും സ്നേഹിക്കുന്നത്. അത് ഈ വേലക്കാരി തറയിൽ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ കുരിശ് വരയ്ക്കുന്നത് കൊണ്ടോ, അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവൾ അന്യഭാഷയിൽ ചെയ്യുന്നതുകൊണ്ടോ അല്ല. അവൾ ചെയ്യുന്നതിൽ എക്സലൻസ് ഉണ്ട്, മികവ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിപുണൻ ആ ഒരു വാക്ക് ഓർക്കുന്നുണ്ടോ? ആ വാക്ക് ഓർത്തിരുന്നോണം. നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ അവസാനം വരെ വേണ്ട ഒരു വാക്ക്, മികവ്. ഹല്ലേലൂയ. അവൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊരു മികവുണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് ക്ലീനിങ് ഇഷ്ടമാണ്, ദൈവത്തിന് വൃത്തി എന്നത് ഇഷ്ടമാണ്. അത് നമ്മുടെ ഹൃദയത്തിലെ വൃത്തി മാത്രമല്ല, നമ്മുടെ ആത്മീക ജീവിതത്തിലെ വൃത്തി മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിലെ വൃത്തിയും ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോൾ ആ ക്രിസ്തീയ വേലക്കാരി ചെയ്യുന്നതും ദൈവം അവളെ സ്നേഹിക്കുന്നതിന് കാരണം ഇതാ, അവളുടെ ജോലിയിലുള്ള മികവ്. ഹല്ലേലൂയ. ഒരു ദൈവപൈതൻ്റെ പ്രത്യേകതയാണ്, മികവുണ്ടായിരിക്കും അവർക്ക്. ഹല്ലേലൂയ. പറച്ചിൽ മാത്രമല്ല, പ്രവൃത്തി മാത്രമല്ല, പ്രവൃത്തിയിലൊരു മികവുണ്ടായിരിക്കും, ഒരു എക്സലൻസ്. ഹല്ലേലൂയ. ഷൂ ഉണ്ടാക്കുന്നവനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ദൈവദാസനെ പോലെ തന്നെ ഷൂ ഉണ്ടാക്കുന്നവനെയും ദൈവം സ്നേഹിക്കുന്നു. അത് ഷൂ ഉണ്ടാക്കുന്നവൻ അതിൽ കുരിശിൻ്റെ അടയാളം വെക്കുന്നുണ്ടോ? നമുക്കറിയാം, ഷൂസൊക്കെ വാങ്ങുമ്പോൾ അതിൽ പല വിധത്തിലുള്ള ലോഗോസും പേരൊക്കെ എഴുതി. അതുപോലെ ക്രൈസ്റ്റെന്നോ ജീസസ്ന്നോ വചനമോ അല്ലെങ്കിൽ കുരിശ് വരയ്ക്കുന്നോന്നോ അങ്ങനെ അതിനല്ല, അതുകൊണ്ടല്ല. അവൻ ചെയ്യുന്നതിൽ ഒരു എക്സലൻസ് ഉണ്ട്. അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പിന്നിൽ മറ്റുള്ളവർക്കൊരു എക്സലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം താന് പല സ്ഥലത്തായിട്ട് ഒരു ദൈവ പൈതലിന് കിട്ടുന്ന ആ ഗ്രേറ്റ് ഡ്രസ്സ്, അത്രത്തോളം ശക്തിയേറിയ ഡ്രസ്സിനെ കുറിച്ച് ദൈവം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രാർത്ഥനയാകുന്ന ഓരോ കവചം, ചെരുപ്പ് തുടങ്ങി പല കാര്യങ്ങൾ. ഹല്ലേലൂയ. അവിടെയും ചെരുപ്പ് വരുന്നുണ്ട്. ചെരുപ്പ് അതിലൊരു എലമെൻ്റ്. ഹല്ലേലൂയ. ചെരുപ്പ് നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. ആ ചെരുപ്പ് അവൻ എക്സലൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ദൈവം അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തന്നെ നോക്കുമ്പോൾ അവിടെയെല്ലാം എക്സലൻസ് ഉണ്ട്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടികളിലൂടെ അവൻ്റെ നാമം, അവൻ്റെ എക്സലൻ്റ് ആയിട്ടുള്ള സൃഷ്ടികളിലൂടെ അവൻ്റെ നാമം മഹത്വപ്പെടുന്നു. സകലവരും ദൈവത്തെ ഓർക്കുന്നു.
ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ. ഹല്ലേലൂയ. ഒന്ന് നോക്കിയാട്ടെ, എന്ത് നല്ല എക്സലൻ്റ് ആയിട്ടാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. നീ സ്കൂളിൽ പഠിക്കുമ്പോഴെങ്കിലും നീ എനിക്കൊന്ന് അതിശയം തോന്നിയിട്ടില്ലേ? പ്ലാനറ്റ്സിനെ പറ്റി പഠിച്ചപ്പോൾ, സോളാർ സിസ്റ്റം, യൂണിവേഴ്സ്, ഇതിനെയൊക്കെ പറ്റി പഠിച്ചപ്പോൾ അപ്പോഴെങ്കിലും ഒരു ആകാംക്ഷ തോന്നിയില്ലേ? ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ എക്സലൻസ്. ദൈവത്തിൻ്റെ മികവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അപ്രകാരം തന്നെയാണ് ഒരു ദൈവ പൈതലിൽ നിന്നും ആഗ്രഹിക്കുന്നത്, എക്സലൻസ്. ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവർത്തിക്കുന്നതിനോടൊപ്പം പ്രവൃത്തിയിൽ എക്സലൻസ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എക്സലൻസ് എന്നത് മറ്റൊരു വ്യക്തി തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല, നീ തന്നെ നിനക്ക് എഴുതുന്ന സർട്ടിഫിക്കറ്റാണ്. ഹല്ലേലൂയ. നിനക്കതൊന്ന് കറക്റ്റായിട്ട് സർട്ടിഫൈ ചെയ്യാൻ പറ്റണം. നീ ചെയ്തത് എക്സലൻ്റ് ആണ്, നീ ചെയ്തത് എക്സലൻ്റ് ആയിട്ടൊരു പ്രവൃത്തിയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കുവാനേ കഴിയുന്നെങ്കിൽ അതൊരു എക്സലൻസ് ഉണ്ട് അതിൽ. ഞാൻ പറയുന്നില്ല പെർഫെക്ഷനിസം, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല, പെർഫെക്ഷൻ വേണമെന്ന് പറയുന്നില്ല. നിനക്ക് നിൻ്റെ ബെസ്റ്റാകാൻ പറ്റും. ബെസ്റ്റാകണ്ട, സകലത്തിലും വെച്ച് ബെസ്റ്റാകണ്ട, നീ നിന്നിൽ ബെസ്റ്റാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.